പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ പതഞ്ഞ പൊങ്ങുന്നു എന്ന് പറയാവുന്ന രീതിയിലേക്ക് ഇന്ന് വന്നിരിക്കുന്നതായ വിഷയം ഇന്നും മുളന്തുരുത്തിയും സെന്റ് റീറ്റാസ് CBSE സ്കൂളും ഒക്കെ ആണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നാം കുട്ടിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് സംസാരിച്ചത്. പിന്നീട് അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോഴല്ലേ ഇത് സംഗതി അങ്ങ് മാറിപ്പോയില്ലേ ഭയങ്കരമായിട്ട്. സോഷ്യൽ മീഡിയയിൽ അങ്ങ് പൊങ്കാലിടുകയല്ലേ ഈ പ്രിൻസിപ്പലിനെതിരായിട്ട്, സിസ്റ്റർ പ്രിൻസിപ്പലിനെതിരായിട്ട്. അപ്പോഴാണ് ഇതൊന്നുകൂടി സംസാരിക്കണം തോന്നിയത്. വാസ്തവത്തിൽ എന്തൊരു കഷ്ടമായി പോക്കുന്ന കാര്യം പൊതുസമൂഹം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഹൃദയപൂർവ്വം പറയുകയാണ്. ഒരു അഗസ്റ്റീനിയൻ സന്യാസിനിയാണ് ആ സ്കൂളിലെ പ്രിൻസിപ്പൽ. ആ സ്കൂൾ ഉണ്ടായിട്ട് എത്ര വർഷം, 35 വർഷങ്ങളോളമായി സമാധാനത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന സ്കൂൾ. അത്ര ഭംഗിയായിട്ട് ആ സ്കൂൾ കൊണ്ടുപോയിരുന്നല്ലോ ആ സന്യാസിനി. എന്നിട്ട് എത്ര പെട്ടെന്ന് അവരങ്ങോട്ട് പെർസോണ നോൺ ഗ്രാത്ത എന്നൊരു അനഭിമതയായിട്ട് മാറിയത്. ആ അഗസ്റ്റീനിയൻ സഭയെ കുറിച്ച് എന്തറിയാം ഈ ആൾക്കാർക്ക്? അവർ വിചാരിച്ചില്ല നടന്ന് 2-3 വർഷം കഴിഞ്ഞിട്ട് ഉടുപ്പിട്ടിട്ട് വന്നിരിക്കാം. അല്ല, അഗസ്റ്റീനിയൻ സഭ എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയിലെ ഏറ്റവും പഴക്കമുള്ള 5-ാം നൂറ്റാണ്ടിൽ സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന വിശുദ്ധനിൽ കേന്ദ്രീകരിച്ച് വളരുന്ന ആധ്യാത്മികതയുള്ള സമൂഹമാണ്. അതിൽപ്പെട്ട ആളാണ് ഇന്നത്തെ മാർപ്പാപ്പ. വളരെ കഷ്ടപ്പെട്ട് ക്ലേശപൂർണമായ ജീവിതക്രമമുള്ള ഒരു വിഭാഗമാണ്. വെരി ഡീപ്ലി അസറ്റിക്. അങ്ങനൊരു വിഭാഗത്തിൽ നിന്ന് വന്ന അവരെ രൂപം കൊടുത്തിയ സ്കൂളിലേക്ക് അതിന്റെ തലപ്പത്ത് ഒരാളെ വെക്കുമ്പോൾ വേറെ ഒരാളിനെ കൊണ്ട് വെക്കില്ലല്ലോ. ഇവരൊക്കെ സാധാരണ ഒരു ഭാഷയൊന്നുമില്ല, പല ഭാഷകൾ അറിയാവുന്നവരും പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും. ഇന്നിപ്പോ ഈ പ്രിൻസിപ്പൽ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിൽ ആഫ്രിക്കയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് കളിയാക്കി പരിഹരിച്ച് അവർ ഇംഗ്ലീഷിനെ കുറിച്ച് പരിഹരിച്ചു. എന്തോ ഒരു ഇംഗ്ലീഷാന്ന് പറഞ്ഞു ആ രീതിയിലാണ്. നാം ഒന്ന് മനസ്സിലാക്കണം, ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് മാത്രമൊന്നുമില്ല, വേറെ ഒന്ന് ഇംഗ്ലീഷ്. ആഫ്രിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, നൈജീരിയൻ ഇംഗ്ലീഷ് ഉണ്ട്, ഇറ്റാലിയൻ ഇംഗ്ലീഷ് ഉണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, ജർമ്മൻ ഇംഗ്ലീഷ് ഉണ്ട്, അതുകൂടാതെ ഐറിഷ് ഇംഗ്ലീഷ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇവിടെയൊക്കെ ഡിക്ഷണറി വ്യത്യാസമുണ്ട്. പലപ്പോഴും ഇന്റർനാഷണൽ കോളേജ് പഠിച്ചിരുന്നപ്പോൾ തൊട്ടടുത്ത് ഒരു ഓസ്ട്രേലിയക്കാരിരുന്നു. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് വളരെ ക്ലിയർ. നമ്മെ സംബന്ധിച്ച് ഓസ്ട്രേലിയക്കാർ ഇംഗ്ലീഷ് പറയുന്നത് അത് ഐറിഷ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത വശത്ത് വരുന്ന ഞാൻ അമേരിക്കക്കാരനാണ്, പറഞ്ഞ ഒന്നും തിരിയില്ല. അതും ഇംഗ്ലീഷാണ്. അവന് ഗ്രാമറും വേണ്ടൊന്നും വേണ്ട ഇംഗ്ലീഷിന്. അങ്ങനെ ഇരിക്കുകയാണ് ഈ പ്രിൻസിപ്പല്. എല്ലാ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കും. പറയുമ്പോൾ ഒരു പ്രൊനൗൺസിയേഷൻ തെറ്റുപറ്റത്തില്ല. റെസ്പോണ്ട് എന്ന് പറയില്ല, റെസ്പോൺസിന് പകരമേ ആശയം വ്യക്തമായ പോലെ ഭാഷ അതിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ വിധിക്കുമ്പോഴേ നമ്മുടെ അല്പത്വം അല്ലേ പ്രകടമാകുന്ന സഹോദര. നമ്മുടെ വെറും അല്പത്വം. ഒരുപക്ഷെ എന്നേക്കാളും നിങ്ങളെക്കാളും ഒക്കെ നല്ല പാണ്ഡിത്യമുള്ളൊരു വ്യക്തിയായിരിക്കണം ആ സന്യാസിനി. അപ്പൊ അതുകൊണ്ട് ആ സന്യാസിനിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇത്രമാത്രം എതിർപ്പുകളും ഇത്രമാത്രം പരിഹാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തി തൻ്റെ അടുത്തോട് പിടിച്ചു നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഫോർമേഷൻ എത്ര ഭംഗിയായിട്ടുള്ളതായിരുന്നു. കാലകുനിക്കാൻ നിൽക്കുന്നതല്ലേ, അതങ്ങനെ വേണം ഒരു പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ. അപ്പോ ഒരു ഗുരുസ്ഥാനിയായിട്ട് ഒരു വ്യക്തിയെ കുറിച്ച് എങ്ങനെയൊക്കെ പറയുമ്പോൾ ഓർക്കണേ, ഒരു 500 പിള്ളേരെങ്കിലും ഇല്ലേ സ്ഥാപനത്തിൽ. അവരുടെ പ്രിൻസിപ്പലിനെ കുറിച്ചല്ലേ ഈ പറയുന്നത്. അവരുടെ ഹൃദയങ്ങളിൽ എന്തായിരിക്കും ചിന്ത ഉണ്ടാവുക? അവർക്ക് വിഷമം ഉണ്ടാവില്ലേ? നമുക്ക് തന്നെ പഠിച്ച സ്കൂളിൽ നമ്മളെ ആ പ്രിൻസിപ്പൽസിനൊക്കെ നമ്മളെങ്ങനെയാണ് ഓർക്കുന്നത്? എത്ര ആദരവോടുകൂടി ഓർക്കുന്ന ഹൈസ്കൂളിനായിരുന്നു ഹെഡ് മാസ്റ്ററൊക്കെ കൊച്ചു ചൂറിലും പിടിച്ച് വെള്ളക്കൊടത്തിന്റെ അങ്ങേയറ്റം ഇങ്ങേറ്റം വരുന്ന അങ്ങോട്ട് അന്നുണ്ടായ പേടി ഇപ്പോഴും മനസ്സിലില്ലേ? സത്യത്തില് എനിക്കൊരു ജോർജ് വർഗീസ് ആയിരുന്നു ഹെഡ് മാസ്റ്റർ ആയിട്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഓർമ്മ ഇപ്പോഴും മനസ്സിലുണ്ട്. അദ്ദേഹം ചെറു വടിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ പേടിയാണ്. ആ പേടി ഈ സ്കൂൾ 10ാം ക്ലാസ് പാസ്സായപ്പോ, ഹൈ മെറിറ്റിൽ പാസ്സായപ്പോൾ എന്നെ പ്രത്യേകം വിളിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. വഴക്ക് പറയാനായിരിക്കും. പക്ഷെ വിളിച്ചു വരുന്നത് ഓഫീസിൽ കൊണ്ടുവന്ന് സ്റ്റാഫ് കോൺഫറൻസിൽ നിർത്തിയിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇപ്പൊ നല്ല മാർക്കായില്ലേ, മാർക്ക് കിട്ടിയില്ല, അതുകൊണ്ട് പോയി ഡോക്ടറാണോ എന്ന് പറഞ്ഞ് വിട്ടായില്ലേ. അപ്പൊ എന്താ മനസ്സിൽ കിടക്കുന്ന പേടി. അങ്ങനെ ഒരു ഗുരുസ്ഥാനിയായ ഒരു വ്യക്തിയെയാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് ആരെങ്കിലും അല്പം ബന്ധമുള്ളവരാണെങ്കിൽ ഇതുപോലൊന്നും പറയില്ല. പറയുന്നത് എന്താണെന്ന് നോക്കി നമുക്കറിയാലോ. ഉപയോഗിച്ചത് തന്നെ നമുക്ക് വികൃതമായി അവരെ ചിത്രീകരിക്കുന്ന രീതികൾ നമ്മൾ കണ്ടു. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇവരൊരു പ്രിൻസിപ്പൽ മാത്രമാണ്. ഒരു മാനേജ്മെന്റിന്റെ ഒരുപാട് സ്ഥാപനങ്ങൾ മാനേജരായിരുന്നുള്ളതെന്ന് പറയുക.
മാനേജ്മെന്റിന്റെ ഈ എംപ്ലോയി ആണ് ഈ പ്രിൻസിപ്പൽ, അല്ലാതെ അവരല്ല അതിന്റെ ഓണർ. അവരുടെ വ്യക്തിപരമായ കാര്യവുമല്ല. അവരെ ഏർപ്പെടുത്തിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: സ്ഥാപനത്തിന് ഡിസിപ്ലിൻ, മറ്റൊന്ന് അക്കാഡമിക് എക്സലൻസ്. അതിന് മാനേജ്മെന്റിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊന്നിച്ച് ചേർന്നാണ് പോളിസി നിശ്ചയിക്കുന്നത്. ആ പോളിസി ക്രമം തെറ്റാ നടപ്പിലാക്കുക എന്നുള്ളതേ ഉള്ളൂ പ്രിൻസിപ്പലിന്റെ ജോലി. അത് മനസ്സിലാക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അല്ല ഈ പ്രിൻസിപ്പൽ സ്വയം ഒക്കെ തോന്നിയ കാര്യമില്ല നടപ്പാക്കുന്നത്. അവിടെ നിയതമായിട്ടൊരു നിയമമുണ്ട്. ആ നിയമം സർക്കാർ അംഗീകരിക്കുന്ന, ആ നിയമത്തെ കോടതി അംഗീകരിക്കുന്ന. 2018 വിധി അങ്ങനെ തന്നെയാണ്, 2020 വിധി അങ്ങനെ തന്നെ. ഓരോ സ്കൂളിനും അതിൻ്റെ നിയമമുണ്ട്. ആ നിയമം പാലിക്കുന്നവരെ പഠിച്ചാൽ മതി തന്നെ. അല്ലാത്തവർക്ക് പോകാം. ഹിജാബ് ഉപയോഗിക്കാൻ അനുവദിക്കുന്ന ധാരാളം ക്രൈസ്തവ സ്ഥാപനങ്ങളുണ്ട്, അവിടെ പോകാം. ഇവിടെ ഇപ്പൊ അനുവദിക്കുന്നില്ല. പിന്നെ എന്തിനു പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നു? അപ്പൊ അതിന് ആ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ പാലിപ്പിക്കാനായിട്ട് ചുമതലപ്പെട്ട വ്യക്തി എന്ന നിലയിലാണ് പ്രിൻസിപ്പലിന്റെ റോൾ ഇരിക്കും. അപ്പൊ അത് പ്രിൻസിപ്പലിന്റെ ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല, ഒരു കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിന്റെ നിയമാവലി പാലിപ്പിക്കാൻ അവരുടെ ചുമതലയാണ്. അത് ഈ കുട്ടിയെ ഇവിടുന്ന് മാറ്റിയാലും പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വേറൊരു ഗവൺമെന്റ് സ്കൂളിലേക്കാണ് പറയുന്നത്. അല്ലെങ്കിൽ നോക്കിയേ, കണ്ടമാനം ഈ സന്യാസത്തെ, കത്തോലിക്ക സന്യാസിനെയും കന്യാസിനെയൊക്കെ തരം താറ്റി കരുതേച്ച് കാണിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെ ഈ കുട്ടിയെ കൊണ്ട് പോകുന്ന വീണ്ടും സന്യാസിനികളുടെ സ്കൂളിലേക്കാണ്. പൊതുജനത്തിന് നന്നായിട്ട് അറിയാം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും, സ്വഭാവ രൂപീകരണം കിട്ടും, അവരെ വഴി നടത്തും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സന്യാസികൾ ചെയ്യും. അവരുടെ കയ്യിലൂടെ പോയാൽ കൊച്ചു രക്ഷപ്പെടും, നന്മയുണ്ടാവും, വഴിതെറ്റി പോവില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തും. അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ ഉള്ള ഒരു സമൂഹത്തിലാണ് ഈ കാണുന്ന ഈ പൊങ്കാല, ഈ കാണുന്ന ഈ സൈബർ അറ്റാക്ക്, ഈ സൈബർ യുദ്ധം നടന്നിരിക്കുന്ന കാര്യം എപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു ഗ്രൂപ്പ് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അവിടെയാണ് അപകടം നിൽക്കുന്നത്. അതായത് ഏതാണ്ട് ഒരേ തരത്തിലുള്ള ചിന്തകളിലൂടെ, എന്റെ കമന്റിലൂടെ ഒരേ തരത്തിലുള്ള ഒരേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇതിനകത്ത് പണിയെടുക്കുന്നത് മനസ്സിലാക്കുമ്പോഴാണ് വളരെ ആസൂത്രിതമായ ഒരു അജണ്ട അതിന്റെ പിമ്പിലുണ്ട്. മന്ത്രി എന്തെങ്കിലും പറയട്ടെ, പോട്ടെ, മന്ത്രിയോട് പറഞ്ഞു കൊടുക്കും, മന്ത്രി പറയില്ല, തന്നെ പറയുന്നൊന്നുമില്ല. കാര്യങ്ങൾ ഈ മന്ത്രിക്ക് എന്ത് കാര്യമായിരിക്കും CBSE സ്കൂളിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക്, പൊതു ഡയറക്ടറിന്റെ കാര്യം CBSE സ്കൂളിന്റെ കാര്യത്തിൽ അപ്പോൾ അറിയാവുന്ന ഒരു കാര്യം തന്നെയല്ലേ. അപ്പൊ അതിനകത്ത് ലക്ഷ്യം വേറെ, ഒരു 75 ലക്ഷം വോട്ട് പെട്ടെന്ന് ഒറ്റയ്ക്ക് മറിക്കാൻ പറ്റുമെങ്കിൽ എന്നെ നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നില്ല, വേറെ കാര്യങ്ങൾ അതിന്റെ പിൻപിലൊന്നുമില്ല. അപ്പൊ അത് ഇവിടെയെല്ലാം നാം കാണുന്ന ഒരു സംഗതി, കുട്ടികളെയാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനക്കാർ ഇരയാക്കുന്നത്. നൈജീരിയയിലെ ബൊക്കോ ഹറാം എന്ന് പറഞ്ഞ ഭീകര പ്രസ്ഥാനം, ഈ ഭീകര പ്രസ്ഥാനം എല്ലാം ഒന്ന് തന്നെയാണ്, പേര് മാറുന്നത് മാത്രമേ ഉള്ളൂ. ബൊക്കോ ഹറാം എന്ന് പറഞ്ഞാൽ എന്താ? ബൊക്കോ വെസ്റ്റ് ആണ്, ഹോറാം ഹറാം എന്നവിടെ പറയുന്നത് തന്നെയാണ്. അതായത് വെസ്റ്റിനെതിരെ, പാശ്ചാത്യത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്കെതിരെ. അവരുടെ ക്രിസ്ത്യാനി എല്ലാം കൊല്ലുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അവിടെ അവർ ചെയ്യുന്ന എന്താണ്? അവർ പ്രധാനപ്പെട്ട സംഗതി ചെയ്യുന്നത് എന്താ? അവർ ഈ പറയുന്ന 7 തൊട്ട് 11, 15 വരെ പ്രായമുള്ള കുട്ടികളെ ഉപയോഗിക്കും. ഇരയാക്കപ്പെടുന്ന അവരെയാണ്. ബഹ്റാബ് എന്ന് പറഞ്ഞില്ലേ, 20 സ്ലീപ്പിംഗ് യൂണിറ്റുകൾ സെല്ലുകൾ ഇവിടെ ഉണ്ടെന്ന്. ആ സ്ലീപ്പിംഗ് സെല്ലെല്ലാം ഇപ്പൊ ഉണർന്നിട്ടുണ്ട്. അന്നാർക്കും നമുക്ക് മനസ്സിലായില്ല ഇത് എന്താണ് സംഭവിക്കുക. ഇപ്പൊ ഇന്ന് പൊതുജനം മനസ്സിലാക്കി വരികയാണ്. ഇതാണ് അത്ര എളുപ്പമല്ല ഇവർക്ക് കൈകാര്യം ചെയ്യാൻ. ഇതിന് പിമ്പില് നിഗൂഢമായ പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വരികയാണ്. അത് കൂടുതൽ വ്യക്തമാക്കി കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഒരു ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യണ്ടേ ഇതിനൊക്കെ എതിരായി. നല്ല മനുഷ്യരാണല്ലോ ഭൂരിപക്ഷം നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പൊ അവർക്ക് നന്മ മനുഷ്യർക്ക് മറ്റുള്ളവർ തിന്മ ആരോപിക്കില്ല. പക്ഷെ അവർ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴേക്കും സമയം പോയെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ നിഗൂഢ അജണ്ട വെളിവാക്കുന്ന സംഭവങ്ങളാണ് ഇത് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ യൂണിഫോം എന്ന് പറയുന്നത് അനുഭവങ്ങൾ ധാരാളം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. പല സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാനേജറായ വ്യക്തി എന്ന നിലയിൽ പറയുകയാണ്. 2-3 അനുഭവം പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം. ഒന്നാമത്തെ അനുഭവം, ഒരിക്കലും കൊച്ച് +1 പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പരീക്ഷയാണ്. പരീക്ഷയുടെ സമയത്ത് അവർക്ക് പോയി പുറത്തോട്ട് പോയേക്കാന്ന് വിചാരിക്കും. ആ പെൺകുട്ടിയാണ്. അവൾ ആ സ്കൂളിൽ അല്ലെങ്കിൽ പള്ളിയുടെ ഓഡിറ്റോറിയത്തിന്റെ ഗ്രീൻ റൂമിൽ പതുക്കെ കയറുന്നത് അവിടുത്തെ സെക്യൂരിറ്റി കണ്ടു. അവൾ അതിനകത്ത് കയറിയിട്ട് പെട്ടെന്ന് അവരുടെ യൂണിഫോം മാറ്റിയിട്ട് വേറെ യൂണിഫോമിലൂടെ ഇറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് മാനേജറുടെ അടുത്തേക്ക് കൊച്ചിന്റെ അപ്പൻ വന്നു. കാരണം എന്നാ സ്കൂളിൽ നിന്ന് വിളിച്ച് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, പരീക്ഷയ്ക്ക് കൊച്ചിനെ കണ്ടില്ലല്ലോ, +1 അപ്പൊ എന്നാ സംഭവിക്കുന്നത്? അവിടുന്ന് ഉടനെ പോയി കൊച്ചു പോയത് വന്നതാണല്ലോ എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നത്. അവിടെ ഇവിടെ അല്ലെങ്കിൽ പോലീസിലൊക്കെ അറിയിച്ച് മാനേജറെ എടുത്തു. ഞാൻ താരം തന്നെ പോലീസിൽ അറിയിച്ചു, കൊച്ചു വീടും കാണും. അവസാനം റെയിൽവേ സ്റ്റേഷൻ നോക്കാമെന്ന്, റെയിൽവേ സ്റ്റേഷൻ നോക്കുമ്പോൾ അവിടെ ഇരിപ്പുണ്ട്, ട്രെയിൻ കാത്തിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നുണ്ടില്ലേ. കാരണം എന്താണെന്നറിയോ? അപ്പനും അമ്മയും കൂടി വഴക്കാം, അത് മാത്രമേ ഉള്ളൂ. സഹിക്കാൻ പറ്റില്ല, കൊച്ചിറങ്ങി പോയതാണ്.
വേറെ കുട്ടി രണ്ടുപേര് ഒന്നിച്ച് മക്കളും. എന്തുകൊണ്ടാ ആ രണ്ടുപേര് പോയി നേരെ അങ്ങോട്ട് പുറപ്പെട്ടു പോയത്? ആഹാച്ച് നാട് കാണാൻ പോയതാ. പക്ഷെ അവർ യൂണിഫോം ഒന്നും മാറ്റിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ പോയി കുട്ടിയിരുന്നു. ഇത് കോട്ടയം റെയിൽവേ സ്റ്റേഷനെ പറയും. അവിടെ എന്നിട്ട് ഈ യൂണിഫോം അറിയാവുന്ന ഈ കൊച്ചുങ്ങളെ ഈ ട്രെയിനിൽ കയറുന്നത് കണ്ടു. രണ്ടും കൂടെ അവിടെ ഇരുന്നേശം. അപ്പൊ ഒരു നല്ല മനുഷ്യൻ പെട്ടെന്ന് സ്കൂളിൽ വിളിച്ചു പറഞ്ഞു, നമ്മൾ സ്കൂളിലെ രണ്ട് കുട്ടികൾ ഇപ്പോൾ ട്രെയിനിൽ കയറി പോയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ഞടുങ്ങി. പിന്നെ വണ്ടി വിട്ട് അധ്യാപകർ ട്രെയിൻ മുമ്പിൽ പോയി അടുത്ത സ്റ്റോപ്പിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് കയറി വന്ന് കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് പോകും. ഇതൊക്കെ പോലീസ് റിപ്പോർട്ട് കഴിഞ്ഞാൽ പിന്നെ കോടതി വഴി ഇറക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ അനുഭവം ഇതാണ്. വേറെ അനുഭവം, രണ്ടു കുട്ടികൾ ഇതുപോലെ തന്നെ പോയി പുറപ്പെട്ട ദൂരെ അങ്ങ് അതാ വലിയ അപകടത്തിലാണ്. ആ പ്രായത്തിൽ എന്താ 8ാം ക്ലാസ് പഠിക്കുന്ന പ്രായം എന്നാ കാലപാടന്മാരുടെ കയ്യിലെങ്ങാനും കിട്ടിയ കുഞ്ഞുങ്ങൾ മിച്ചം കാണും. അപ്പന്റെ അമ്മയുടെ ആദ്യം വ്യാധിയും ഭയങ്കരല്ലേ. രണ്ടുപേരും കൂടെ പോയി. പോയത് കാര്യം എന്താണെന്നറിയും? പോയതിന്റെ കാര്യം ഒരാളിനെ അപ്പൻ ബെൽറ്റ് ഊരി തല്ലി, എക്സ് മിലിറ്ററി ആയിരുന്നു. അവള് കൂട്ടുകാരോട് ഞാൻ പോകാന്ന് പോയി, ഞാൻ ഇനി വീട്ടിൽ കഴിയുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് അവിടെ നല്ല പപ്പായ ഇവളുടെ പപ്പായ, അപ്പൊ അവിടെ താമസിക്കാനായിട്ട് അനുവദിക്കും. അത് പറ്റില്ല. അപ്പൊ പറ്റുമോ അങ്ങനെ? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോയേക്കാന്ന് വിചാരിച്ചു. അവളുടെ പപ്പായാണ് നല്ല പപ്പായ, എന്റെ പപ്പ വലുതൂരി തല്ലും, അതുകൊണ്ട് ഞാൻ പോവുക. അപ്പൊ അവള് പറഞ്ഞു ഇനി അങ്ങനെ വിടാനൊക്കെയല്ലോ, അതുകൊണ്ട് ഞാനും പോകണം. അങ്ങനെ പോയതാണ്. പോയി ചെന്നിട്ട് വന്ന് അങ്ങനെ ഒരു ബന്ധുവിന്റെ അടുത്ത് കൊച്ചിയിൽ ചെന്ന് വൈകിട്ട് അവിടെ താമസിച്ചു. അവരോട് പറഞ്ഞു ഞങ്ങൾ ക്യാമ്പിന് പോകാന്ന് പറയും. അവർ നേരെ വിശ്വസിച്ചു. അത് കഴിയുമ്പോൾ നേരം എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോയി പിള്ളേർ. അടുത്ത ലക്ഷ്യം എങ്ങോട്ടാന്ന് ആർക്കറിയാം. അന്നത്തേക്ക് ഇവിടെ അന്വേഷണം തുടങ്ങി. അവിടെയായി ഇവിടെയായി എല്ലായിടത്തും വന്ന് ഓടി. മാനേജർ എടുത്തും വന്ന് ഞാൻ പറഞ്ഞു ഒരു ഉപകാരം ചെയ്യണം കേട്ടോ, കൊച്ചുങ്ങളെ കുറിച്ച് പരസ്യപ്പെടുത്തരുത്, ടി വി കൊടുക്കരുത്. പോലീസ് റേറ്റ് കുഴപ്പമൊന്നുമില്ല, ടി വിയിൽ നോക്കാം, കുഞ്ഞുങ്ങളെ കെട്ടിച്ചുവിടാവുന്നതല്ലേ. അതൊക്കെ മാതാപിതാക്കൾ ആവുമ്പോൾ അപ്സെറ്റ് ആവും. ആലോചിക്കുക, ഈ അധ്യാപകരെന്ന് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരെ വീട്ടിൽ 24 മണിക്കൂർ അവധിക്കാലത്ത് പാർപ്പിക്കാൻ പറ്റാത്ത മാതാപിതാക്കളെ എന്തൊരു ക്ലേശം സഹിച്ചാണ് ഈ സ്കൂളുകളിൽ ഈ അധ്യാപകർ, ഹെഡ്മാസ്റ്ററും പ്രിൻസിപ്പൽമാരും ഒക്കെ കൊണ്ടു നടക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി അവരോട് എന്തുമാത്രം അനുകമ്പ ഉണ്ടാകേണ്ടതാണ്. അവസാനം ഈ കുട്ടികളെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിള്ളേരെ കാണണമെന്ന് പറയും. ഞാൻ അതിനൊരാളെ വിളിച്ചു, നീ എന്തിനാ പോകേണ്ട വെച്ചല്ല, അതിന് നല്ല മാതാപിതാക്കൾ നീ എന്തിനാ വെച്ചു? അതെ അവള് പോവാന്ന് പറയുന്നേ, അവൾ എൻ്റെ കൂട്ടുകാരി, അവളെ തന്നെ വിടാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പോയതാണ്. നോക്കാം കുഞ്ഞുങ്ങൾ എന്താ കണ്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂണിഫോം എന്ന് പറയുന്ന സംഗതിയാണ് ഇതുങ്ങളുടെ ഐഡന്റിറ്റി. അത് കൃത്യമായിട്ട് ഒരു സ്കൂള് നിയമിച്ചാൽ തീരുമാനിച്ചാൽ അതങ്ങ് അനുധാവനം ചെയ്താൽ പോരെ. അതിനകത്ത് എന്തിനീ മതം കൊണ്ടുവരുന്നു? അവർ നിയമിച്ച നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ ഇനി മതം കൊണ്ടുവരുന്നുള്ള സ്കൂളുണ്ട്, അങ്ങനെ ഉണ്ടല്ലോ. ക്രൈസ്തവ സഭയ്ക്ക് ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്, അതിനകത്ത് ഹിജാബൊക്കെ അനുവദിച്ചുള്ള ധാരാളം സ്കൂളുകളുണ്ട്. ഒരു സ്കൂളിലാണെങ്കിൽ കണ്ണൂരിലെ ഒരു സ്കൂളിൽ കുട്ടികളെ അവരെ ഉച്ചയ്ക്ക് സ്കൂളിന്റെ വണ്ടിയത്തിന് നിസ്കരിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത്രയുള്ള സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അങ്ങ് വിട്ടാൽ പോരെ. ഇവിടെ ഇപ്പൊ ഈ സ്കൂളിന്റെ നിയമം എങ്ങനെയാണ്? അതുകൊണ്ട് ഇങ്ങനെ പോകുന്ന സാഹചര്യത്തില് ഇപ്പൊ കാണുന്ന പ്രിൻസിപ്പലിനെതിരെയുള്ള ഒരു നീക്കം അത് വിലപ്പോവില്ല എന്ന് പറയാൻ താല്പര്യമുള്ളൂ. അത് വിലപ്പോവില്ല. എന്ത് വെച്ചോണ്ടാ? ഹിജാബ് വെച്ചുകൊണ്ട്. എന്നുകൊണ്ട് ഹിജാബ് എന്ന് പറഞ്ഞപ്പോ എന്താ അത് എസെൻഷ്യൽ കാര്യമാണെന്ന് കരുതുന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ പല രാജ്യങ്ങളിലൊന്നും അത് നിരോധിച്ചിരിക്കുകയാണല്ലോ. ഈയിടെ കേട്ടില്ലേ, ഇറാനാണല്ലോ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്, ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. അതുകൊണ്ട് ഒരു കൊച്ചിന്റെ ഹിജാബിന്റെ ഇടയിലൂടെ തലമുടി കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മതപുരോഹിതന്മാർ പീഡിപ്പിച്ച അവസാനം ആ കുട്ടി മരിച്ചുപോയതിന്റെ എതിരെ ഭയങ്കര വിപ്ലവം ഉണ്ടായത് അടുത്ത കാലത്താണുണ്ടായത്. ഇനി അതിനേക്കാൾ കെട്ടിയാൽ ഈ തൊട്ടടുത്ത കാലത്ത് ഈ ഇതിന്റെ ഏറ്റവും പരമോന്നത നേതാവിന്റെ ഏറ്റവും അടുത്ത ആളിന്റെ കൊച്ചിന്റെ മകളുടെ കല്യാണത്തിന്റെ കണ്ടിലെ ഫോട്ടോകൾ നിരക്കുന്നത് അവരാരും ഈ ഹിജാബ് ധരിച്ചിട്ടില്ല. പെൺകുട്ടിയോ പെൺകുട്ടിയുടെ അമ്മയോ ഒന്നും ധരിച്ചിട്ടില്ല. അപ്പൊ എന്നിട്ട് അതൊക്കെ കെടുത്ത് വെച്ചുകൊണ്ട് അവിടെ ഇതെല്ലാം വളരെ റിലാക്സ്ഡ് ആയിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ, ഇവിടെ ഇറാനിൽ പോലും അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ ഇരുന്നുകൊണ്ട് നടന്ന് വധവിദ്വേഷം ഉണ്ടാക്കി എന്ത് നേടാനുള്ളവർക്ക് പ്ലാൻ ഉണ്ട് കേട്ടോ. അവർക്ക് പ്ലാനൊക്കെ ഉണ്ട്. അത് 1% മാത്രമേ കാണുള്ള സമൂഹത്തിൽ, മറ്റുള്ളവരുണ്ടല്ലോ 99% നല്ല മനുഷ്യരല്ലേ. അവർ മിണ്ടാതിരിക്കുന്നുള്ള ഏറ്റവും വലിയ അപകടം. ഇത് തീർത്തും മുളയിലെ നൂണം. ഇത് അനുവദിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പ്രസ്ഥാനക്കാരെ അനുവദിക്കാൻ പാടില്ല. അത് അവരെന്തെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും കൊണ്ടുതരുന്നത് നല്ല മനുഷ്യരുടെ നന്മയെ ചൂഷണം ചെയ്തുകൊണ്ട് തിന്മ കൊണ്ടുവരികയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പൊ അതുകൊണ്ട് ഹിറ്റ്ലർ ഒരുപാട് ക്രൂരനാണെന്ന് പറഞ്ഞില്ലേ, പക്ഷെ പിള്ളേരുടെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു. കുട്ടികളോട് പറഞ്ഞാൽ your first duty is to study, the second duty is to study, and third duty also is to study. അതും മാത്രം അല്ല, ഹിറ്റ്ലർ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമൊന്നും ശല്യപ്പെടുത്തിയിട്ടില്ല. ഇത്രയും ഭയങ്കര ക്രൂരനാണെന്ന് പറയുന്ന ആളുകൾ പോലും. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് ഈ നാടകം കളിക്കുന്നത്?
നിർമ്മല സ്കൂളിൽ ഒന്ന് കളിച്ചു നോക്കി, അത് കഴിഞ്ഞ് അമൽ ജ്യോതിയിൽ ഒന്ന് കളിച്ചു നോക്കി, പൈങ്ങോട്ടൊന്ന് കളിച്ചു നോക്കി. സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇപ്പൊ സജ്ജനാണ്. അതുകൊണ്ട് അധികം കളിയൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇപ്രകാരം കൊണ്ട് ഇത് ഇവരെ പ്രമാണമനുസരിച്ച് എല്ലാം ക്ഷമിച്ചോളും സഹിച്ചോളും എന്ന് നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ ആണെങ്കിൽ തന്നെയും തിന്മയ്ക്കെതിരെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു കൽപ്പനയോട് ഞങ്ങൾക്കുണ്ടേ. അതുകൊണ്ട് നിങ്ങളെ പാമ്പുകളെ പോലെ, പ്രാവുകളെ പോലെ നിഷ്കളങ്കത മാത്രമല്ല, പാമ്പുകളെ പോലെ വിവേകമുള്ളവരായിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പോക്ക് എങ്ങോട്ടാണ് എന്ന് പറയാം. ഈ കുഞ്ഞിനെ ഉപയോഗിച്ചില്ലേ, കണ്ടില്ലേ, അവലും മലും കരുതിക്കോ, വീട്ടിൽ കാത്ത് വെച്ചോളൂ, വരുന്നുണ്ടടാ നിന്റെ കാലമാരെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ആരെ കൊണ്ടാ? കുഞ്ഞുങ്ങളെ കൊണ്ടല്ലേ. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ഒരു ബോധം പൊതുസമൂഹത്തിനുണ്ടാകേണ്ടതാണ്. ഇവിടെ പേര് വിളിച്ചു പറയുന്നവരാ കുറെ പേരൊക്കെ സ്വയം മരിച്ച കുട്ടികളുടെ പേര്. എല്ലായിടത്തും കുട്ടികൾ മരിക്കുന്നുണ്ട്. 81% കുട്ടികളാണ് ഇവിടെ ആ നൈജീരിയയിൽ വധിക്കപ്പെട്ടവരിൽ മരിച്ചിരിക്കുന്നത്. അത്രയും കുട്ടികളും സ്ത്രീകളും. അത്രയും തന്നെയാണ് യമനിൽ 2.5 ലക്ഷം പേർ, മറ്റേത് 2 ലക്ഷം പേർ മരിച്ചു വധിക്കപ്പെട്ടിരിക്കും. ഗാസായിൽ 41 കുഞ്ഞുങ്ങളെ ആദ്യമായി വധിച്ചത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കുട്ടികൾ മാത്രം പേര് വിളിച്ചു പറഞ്ഞിട്ട് ആരും ഇത് നേടാൻ ആളുകൾക്ക് മനസ്സിലാവില്ലേ? ഇതിന്റെ പിൻപിലെ കള്ളത്തരങ്ങളും ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഹിഡൻ അജണ്ടയും ഒക്കെ മനസ്സിലാകും മനുഷ്യർക്ക്. ഇനി കേരള ജനത ഇനി പിന്നോട്ട് പോകാൻ പാടില്ല. ഇത്രയൊക്കെ കണ്ടതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ജാഗ്രതയുള്ളവരായിരുന്നില്ലെങ്കിൽ അപകടം നമ്മുടെ മുമ്പിലേക്കുന്നു. എല്ലാത്തിലും അങ്ങോട്ടേക്കും കൊണ്ടുവന്ന എങ്ങനെയൊക്കെ വ്യായാമത്തിന്റെ നൃത്തം പലപ്പോഴും ചിലപ്പോൾ അതിനെതിരെ വ്യായാമം ഓർക്കണേ, പബ്ലിക്കാണെന്ന് ഓർക്കണേ, എല്ലാവരും കാണുന്ന നടക്കുന്ന ഫുൾ ഡ്രസ്ഡാണ്. എന്തിനെങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടോ? അപ്പൊ അങ്കലാപ്പ് ഉണ്ടാക്കുക, അല്ലാതെ അലമ്പുണ്ടാക്കി പ്രശ്നം സൃഷ്ടിച്ചിട്ട് വഷളാക്കുക, എന്നിട്ട് നിർവീര്യമാക്കുക മനുഷ്യരെ. ഇതിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഞാൻ ഓർക്കാണ്, എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ കുറെ പിള്ളേർ വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണം. അതായത് 90-കളിൽ ഞാൻ പറഞ്ഞു, മക്കളെ നമുക്ക് നിസ്കരിക്കാമല്ലോ, നമുക്കെല്ലാം ഒന്നിച്ച് ഒരു കുടുംബം പോലെ പോകുന്നതല്ലേ, ഇവിടെ ഒരു വ്യത്യാസമൊന്നുമില്ല. ആരും ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിന്നോ ഒരു വ്യത്യാസമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. എൻ്റെ സമീപനം അങ്ങനെ തന്നെയല്ലേ. നമുക്ക് ഇവിടെ ചാപ്പലുണ്ട്, അവിടെ പോയി നിങ്ങൾ സമയം പറഞ്ഞാൽ മതി, ആ സമയം ചാപ്പൽ നിങ്ങൾ ഫ്രീ ആക്കി തരാം, അപ്പോൾ പോയി നിസ്കരിച്ചോ എന്ന് പറഞ്ഞു പോയി. പക്ഷെ ഇനി അവരെ നിസ്കരിക്കാനും കണ്ടില്ല, ഒന്നും കണ്ടില്ല, പ്രശ്നമില്ലാതെ അവരങ്ങ് പോയി. ഇപ്പൊ ഞാൻ ഓർക്കാക്കി ഇതിന്റെ പിൻപിൽ ആളുകളിൽ നിന്നുള്ള പണിയില്ലേ ഈ കുട്ടികളെ കൊണ്ട് കണ്ടമാനം വഷളാക്കുന്ന രീതിയിലും. അതുകൊണ്ട് സമൂഹങ്ങൾക്ക് ഉത്കണ്ഠ കാണും, ഒരു സമൂഹത്തിൽ കാണും ഉത്കണ്ഠ കാണാമല്ലോ. എല്ലാ സമൂഹങ്ങൾക്കും ഉത്കണ്ഠ ഉള്ളതുപോലെ ഇവിടെയുള്ള മറ്റ് സമൂഹങ്ങൾക്ക് ഉത്കണ്ഠ കാണും. കാരണം പല കാര്യങ്ങളും ചിലപ്പോൾ ഉത്കണ്ഠ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് രാമക്ഷേത്ര നിർമ്മലിയിലെ മസ്ജിദ് തകർത്ത ആ സംഭവത്തില് ഉത്കണ്ഠപ്പെടില്ലേ? ആരാണെങ്കിലും ഉത്കണ്ഠപ്പെടും. എന്തായാലും ശരി, അത് ചരിത്രപരമായി തെറ്റായിരുന്നു, സംശയമില്ലാത്ത കാര്യമാണ്. ഒരു സമൂഹത്തിനെതിരെ നീങ്ങിയ നീക്കമല്ലേ അത് തെറ്റല്ലേ? അതിന് ഉത്കണ്ഠ അവർക്കുണ്ടാവില്ലേ? അതുകൊണ്ട് മുത്തലാഖിന്റെ നിയമം സംബന്ധിച്ച് ഉത്കണ്ഠ ഉണ്ടാക്കിയില്ലേ? അതുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി ബില്ല് ഉത്കണ്ഠാക്കിയില്ലേ? അല്ലെങ്കിൽ വഖഫ് നിയമം ഉത്കണ്ഠ ഉണ്ടാക്കിയില്ലേ? ആ ഉത്കണ്ഠ നമ്മൾ അംഗീകരിക്കേണ്ട, മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുകൊണ്ട് അതിന്റെ ചർച്ചകളിലൂടെ കാര്യം പരിഹരിക്കേണ്ടതാണ്. അപ്പൊ ഉത്കണ്ഠ മുതലെടുത്തുകൊണ്ട് ഇങ്ങനെ 1% വരുന്ന ഭീകരന്മാര് അട്ടിമറി നടത്തുന്നതിനെ കുറിച്ച് ബോധം ഈ പൊതുസമൂഹത്തിനും ഇങ്ങനെയുള്ള സമൂഹങ്ങളിലും മുതിർന്നവർക്കും ഭൂരിപക്ഷം ആൾക്കാർക്കും ഉണ്ടാവണം എന്നാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠ, ക്രൈസ്തവ സമൂഹത്തിൽ ഉത്കണ്ഠയില്ലേ? ഇപ്പൊ അത്രേ 16,000 അധ്യാപകർക്കാണ് നിയമനം അംഗീകരിക്കായിട്ടിരിക്കുന്നത്. ഇട്ട് തള്ളിക്കൊണ്ടിരിക്കുക, എന്നിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുക, എന്നിട്ട് അങ്ങോട്ടാണ് നീ സുപ്രീം കോടതി പോകാൻ. ചുമ്മാ അന്ന് ഉത്കണ്ഠ ഉണ്ടാവില്ലേ? ഇപ്പൊ ഉത്കണ്ഠയാണോ? 16,000 അധ്യാപകരുടെ കുടുംബങ്ങൾ എവിടെയാ കിടക്കുന്നത്? എന്തൊരു കഷ്ടമാണ് ഈ പറയുന്ന പോക്ക്. അപ്പൊ അവർ ഈ തലപ്പത്തിരിക്കുന്നവർക്കൊന്നും പ്രശ്നമില്ല. ഇതിവിടെ 10 പൈസ ഇല്ലാതെ മറ്റുള്ള അധ്യാപകർ കാശ് പിരിച്ചു കൊടുത്ത് 19,000 രൂപ വെച്ച് കൊടുത്താണ് ഈ പാവപ്പെട്ട അധ്യാപകരുടെ കുടുംബം ഇപ്പൊ കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. എത്ര വർഷമായി പണി തുടങ്ങിയിട്ട്? ഉത്കണ്ഠയില്ലേ? ഉത്കണ്ഠയുണ്ട്. അപ്പൊ ഉത്കണ്ഠയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ആ സമയം അത് ഉപയോഗിച്ചുകൊണ്ട് വിധ്വംസക പ്രസ്ഥാനങ്ങൾ മുതലെടുക്കുന്നതിന് തടയാൻ ജാഗ്രത പാലിക്കണം കേരള സമൂഹമേ. അത് തടഞ്ഞില്ല എങ്കിൽ നമ്മൾ എല്ലാവരും ഈ ദുരന്തങ്ങൾ നേരിടേണ്ടി വരും. താങ്ക് യു വെരി മച്ച്.